ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കാൻ പോണത്. മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മുടെ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? ഈ ലോകത്തുള്ള എല്ലാറ്റിനെയുമാണ് മാറ്റർ എന്ന് പറഞ്ഞത്. അതിൽ എന്തുണ്ട്? സോളിഡ് ആയിട്ടുള്ള ഖരവസ്തുക്കളുണ്ട്, പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവകപരമായി വെള്ളം വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനത്തെ വസ്തുക്കളുണ്ട്, പിന്നെ ഗ്യാസ്, എല്ലാ വാതകങ്ങളും, ഇതെല്ലാം ചേർന്നതാണ് എന്ത്? മാറ്റർ അഥവാ ദ്രവ്യം. അപ്പം ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. പക്ഷെ ഇത് മാത്രമാണ് ഉള്ളത്? അല്ല, വേറൊന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഇത് എക്സ്ട്രാ ഇൻഫർമേഷനാണ്. അപ്പം അറിഞ്ഞിരിക്കണം. എന്തുണ്ട്? പ്ലാസ്മ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്, പ്ലാസ്മ. അത് പൊതുവെ നമ്മുടെ ഇവിടെ കാണൂല. പ്ലാസ്മ അതെവിടെയാണോ കാണുക? സ്റ്റാറുകളിലും അതേപോലെ തന്നെ നെബുല, ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പ്ലാസ്മാവസ്ഥയിൽ കാണപ്പെടുന്നത്. നമ്മുടെ ഇവിടെ മെയിനായിട്ട് നമ്മൾ പ്ലാസ്മാവസ്ഥ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മെയിനായിട്ട് കാണല് സോളിഡും ലിക്വിഡും ഗ്യാസൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊന്നാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട്. അത് ഇതുപോലെ വളരെ ഉയർന്നതും അതേപോലെ തന്നെ താഴ്ന്ന താപനിലകളിലുള്ള ഒരവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇതും ഇതേപോലെ തന്നെ വേറൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് ഈ പേരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ടെങ്കിലും പരിചയം വേണം. അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്താണ്, ഈ അവസ്ഥകളൊന്നും കോമൺ ആയിട്ട് കാണപ്പെടുന്നതല്ല. ചിലപ്പം വളരെ കുറഞ്ഞ താപനില ഉണ്ടാവില്ലേ, അതായത് 0-നെക്കാട്ടും കുറഞ്ഞത്, 0 തന്നെ പറഞ്ഞാൽ ഐസാണ്, അതിലും കുറഞ്ഞതിലൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ചൂടുണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇത് രണ്ടും കാണപ്പെടുക. എന്ത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതേപോലെ തന്നെ എന്ത്? ഫെർമിയോണിക് എന്ത്? കണ്ടൻസേറ്റ്. അങ്ങനെ 2 ഇതുണ്ട്. പിന്നെ അതിവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ദിസ് എക്സിസ്റ്റ് അറ്റ് വെരി ഹൈ ഓർ ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഹൈ ഓർ ലോ ടെമ്പറേച്ചറിലാണ് ഈ അവസ്ഥകൾ എന്ത് ചെയ്യുക? കാണപ്പെടുന്നത്. നല്ല വളരെ കൂടിയതും കുറഞ്ഞതുമായ താപനിലയിൽ, വളരെ കൂടിയതും കുറഞ്ഞതുമായ താപനിലകളിൽ, വളരെ കുറഞ്ഞ അങ്ങനത്തെ താപനിലകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കാണപ്പെടുക. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സ്പെഷ്യൽ പാർട്ടിക്കിൾസ്. അതിലില്ലേ പലതരത്തിലുള്ള കണികകൾ ഇതിലെന്തെങ്കിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ, ഏത് അവസ്ഥയിലാണ് വസ്തുക്കൾ കാണാമെന്ന് ചോദിച്ചാൽ നമ്മൾ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന് പറയരുത്. ഏതവസ്ഥയെന്നറിയോ? പ്ലാസ്മ. അപ്പോൾ നമ്മുടെ പ്ലാസ്മാവസ്ഥയിലാണ് എന്ത്? പ്രപഞ്ചത്തിലെ ഒരുപാട് വസ്തുക്കളും പ്രപഞ്ചത്തിലെ മിക്ക സാധനങ്ങളും ഏറ്റവും അധികം കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, എഴുതി വയ്ക്കുക. ഇനി നമ്മൾ കുറച്ച് മാറ്റങ്ങളാണ്, പല മാറ്റങ്ങളും നമ്മളിപ്പോൾ തുടക്കത്തിൽ കുറച്ച് പിക്ചേഴ്സിൽ പല മാറ്റങ്ങളും കണ്ടു. അതേപോലെ തന്നെ ഇനി പലതരം മാറ്റങ്ങളെയാണ് മനസ്സിലാക്കാൻ പോണത്. ഒന്ന്, നമ്മളില്ലേ ഈ മെഴുക്, നമ്മളെ മെഴുക് തിരിയിലൊക്കെ ഉണ്ടാവണ മെഴുക്, ആ മെഴുക് എന്താണ്? ഖരാവസ്ഥയിലാണ്. പക്ഷെ അതിനെ നമ്മൾ കത്തിച്ചാൽ, ചൂടാക്കിയാൽ മെഴുക് ഇങ്ങനെ ദ്രാവകമാവലില്ലേ, ഇറ്റലില്ലേ, ദ്രാവകമായിട്ട് ഇങ്ങനെ അങ്ങനെയല്ല നമുക്ക് ഒട്ടിക്കാൻ പറ്റണത്. അപ്പം മെഴുക് എന്ത് ചെയ്യുക? മെഴുക് മെൽറ്റ് ചെയ്യുമ്പോൾ
എന്താ പറയുക, മെൽറ്റ് ചെയ്യുക എന്നാണ് അതിന് പറയുക. ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ദ്രാവകമായിട്ട് മാറും. അപ്പം മെഴുകുതിരി എന്ത് ചെയ്യാം, ഒരു മെഴുകുതിരി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇങ്ങനെ കത്തിക്കും. അത് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മെഴുകുതിരി വെക്കാൻ വേണ്ടിയിട്ട് അത് കത്തുമ്പോൾ ഇവിടെ ഉരുകണാണ്. അപ്പം എന്താവുന്നുണ്ട്, ദ്രാവകമാവുന്നുണ്ട്. അത് ദ്രാവകമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമോ, ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും മെഴുകനാവലില്ലേ. നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം പോലെ മെഴുകുതിരി വെക്കാൻ വേണ്ടി ഇറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അത് പിന്നെ എന്താവുന്നുണ്ട്, മെഴുകനായിട്ട് മാറുന്നുണ്ട്. അപ്പം മെഴുക് അവിടെ പോയിട്ട് മെഴുക് ഖരാവസ്ഥയിലുണ്ടായിരുന്ന മെഴുക് ദ്രാവകമാണ്. അതേപോലെ തന്നെ അതെന്ത് ചെയ്യുക, തിരിച്ചും സംഭവിക്കുന്നുണ്ട് ഇല്ലേ, തിരിച്ച് സംഭവിക്കുന്നുണ്ട്. അപ്പം ഹീറ്റ് വാക്സിനെ വെസൽ മെൽറ്റ്സ് കൂൾ ദ ലിക്വിഡ് വാക്സ് ബിക്കം സോളിഡ്. അതായത് ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ഈ വാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വാക്സ് മീൻസ് നമ്മുടെ മെഴുകുതിരിയില്ലേ, മെഴുകുതിരിയല്ല മെഴുക് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലേ അത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് എന്ന് വെച്ചാൽ ഉരുകിയിട്ടാണ് അത് വെള്ളമാവുക. അപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും ഇത്. എന്നിട്ട് ആ ലിക്വിഡിനെ കുറച്ച് നേരം തണുക്കാൻ, കൂൾ ദ ലിക്വിഡ് വാക്സ്. എന്നിട്ട് ആ ദ്രാവകത്തെ കുറച്ച് തണുക്കാൻ അനുവദിച്ച് അത് വീണ്ടും എന്തായി മാറും, സോളിഡായിട്ട് മാറും. അപ്പോൾ ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുക, റിവേഴ്സിബിൾ ആണ് അല്ലേ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തിരിച്ചും സംഭവിക്കും. ഒരു വശത്തേക്ക് മാത്രമാണോ, നമ്മളോട് ഇവിടുന്ന് മെഴുക് ഉരുകിയിട്ട് മെഴുക് ദ്രാവകമാവുന്നു, അതേപോലെ അത് നേരെ തിരിച്ചു എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, റിവേഴ്സിബിൾ ചേഞ്ചാണ്. റിവേഴ്സിബിൾ ചേഞ്ച് എന്താണ്, ഇരുവശങ്ങളിലേക്കും അതെന്ത് ചെയ്യും, നടക്കുന്നുണ്ട്. ഇരുവശങ്ങളിലേക്കും നടക്കുന്നു. ഇത് എന്ത് ചേഞ്ചിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അതായത് ഫിസിക്കൽ ചേഞ്ച് പറഞ്ഞാൽ ഭൗതിക മാറ്റമാണ്. നമ്മളിന്ന് രാസമാറ്റത്തെ പരിചയപ്പെടും. ഭൗതിക മാറ്റവും ഉണ്ട്, രാസമാറ്റം. അപ്പോൾ ഈ മെഴുകുരുക്കി അതായത് തിരിച്ച് ചെയ്യാൻ പറ്റണുണ്ടാവില്ലേ, അങ്ങോട്ട് പോയിട്ട് മെഴുക് ഉരുകിയാലും മെഴുക് വെള്ളം പോലായിട്ട് അത് വീണ്ടും മെഴുകനായി മാറുക. അതായത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ മെഴുക് വീണ്ടും ഉരുക്കിയാലും അത് ദ്രാവകമാവും. പിന്നെ കുറച്ച് നേരം കാത്തിരുന്നാൽ അത് വീണ്ടും കട്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ മാറ്റത്തെയാണ് എന്തെന്ന് പറഞ്ഞത്, ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഇതൊരു ഭൗതിക മാറ്റമാണ്. ഇനി നമുക്ക് 2 തരത്തിലുള്ള ചേഞ്ച് ഉണ്ട്, റിവേഴ്സിബിളും ഉണ്ട്, ഇറിവേഴ്സിബിളും ഉണ്ട്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇരുവശത്തേക്കും നടക്കുന്നുണ്ട്. ഇരുവശത്തേക്കും നടക്കുന്നവയുണ്ട്. എന്നാൽ തിരിച്ച് നടക്കാത്തത്, അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും നടക്കാൻ പറ്റാത്തതുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, ഇപ്പോൾ നിങ്ങളോടൊരു പേപ്പർ കത്തിക്കാൻ പറഞ്ഞു. പേപ്പർ എന്ത് ചെയ്യുക, ലൈറ്റർ എടുക്കുക, കത്തിക്കുക. എന്നിട്ട് നിങ്ങളത് കത്തിച്ച് കരിയാക്കി, ചാരം വന്ന് കത്തി. അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ആ പേപ്പർ തിരിച്ച് തരണമെന്ന്. അപ്പം തിരിച്ച് തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പം അതെന്താണ്, തിരിച്ച് നടക്കൂലല്ല. അപ്പം അത് ഇറിവേഴ്സിബിളാണ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റിവേഴ്സിബിൾ അല്ല, ഇരുവശത്തേക്ക് നടക്കില്ല. ഒരു വശത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു വശത്തേക്ക് മാത്രമായിരിക്കും റിയാക്ഷൻ നടക്കുക. എന്നാലില്ലേ നമുക്ക് മെഴുകുതിരിൻ്റെ കേസിൽ ഞാൻ എന്ത് ചെയ്യും, മെഴുകുതിരി ആദ്യം നിങ്ങളോട് കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഉരുകി വെള്ളം പോലെ ആവുമല്ല, കത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ മെഴുകുതിരി ഉരുകി കഴിഞ്ഞാൽ ആ സാധനം ഞാൻ പറയുകയാണ് എനിക്ക് മെഴുകുതിരി തന്നെ ആക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അത് വീണ്ടും കട്ട പിടിപ്പിക്കാൻ പറ്റും, മെഴുകാനാക്കാൻ പറ്റും, വാക്സ് ആക്കാൻ പറ്റും. ആ വാക്സ് ഉരുകി കഴിഞ്ഞാൽ ഉരുകി വെള്ളമായിട്ട് നമ്മളിങ്ങനെ ഇറ്റിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, അത് വീണ്ടും അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ മെഴുക് കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യാണ്, അത് റിവേഴ്സിബിളാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാതും സ്ലോ ആയിരിക്കുമോ, എല്ലാതും ഫാസ്റ്റ് ആയിരിക്കും. പല പ്രവർത്തനം നടക്കുന്നത്, ചിലത് ഭയങ്കര വേഗത്തിൽ നടക്കുന്നതുണ്ട്, ചിലത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നതുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കടലാസ് കത്തുന്ന കാര്യം. അതേപോലെ തന്നെ ഇപ്പം പയർ വിത്ത് മുളയ്ക്കാൻ ഒരു സീഡ്, ജെർമിനേഷൻ ഓഫ് എ സീഡ്,
ഒരു സീഡ് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് മുളയ്ക്കാൻ. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കാൻ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുക. അതിൽ നിന്ന് നമുക്ക് സ്ലോ ചേഞ്ചസ് കൊടുത്തെഴുതണം, ഫാസ്റ്റ് ചേഞ്ചസ് കൊടുത്തെഴുതണം. അപ്പം നമ്മളോട് എന്ത് പറയാണ്? ലൈറ്റ്നിങ് എ മാച്ച് സ്റ്റിക്ക്. നമ്മളൊരു തീപ്പെട്ടി കത്തിക്കുകയാണ്. മാച്ച് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തീപ്പെട്ടി. പിന്നെ ഒരു മരം വളരുകയാണ്, ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്. പിന്നെ ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കൂലേ, പടക്കം പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇതിലൊക്കെ സ്ലോ ആയിട്ട് നടക്കുന്നത് ഏതൊക്കെയാണ്? ഇപ്പം മരം നട്ട് ഇപ്പം തന്നെ വളരുമോ? ഇല്ല. അപ്പം എന്താണ്? മരം വളരാൻ എന്ത് ചെയ്യും? ഒരുപാട് സമയം എടുക്കില്ല. അപ്പം അത് സ്ലോ ചേഞ്ച് അല്ലേ? ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്, ഒരു മരത്തിൻ്റെ ഒരു ചെടിയുടെ വളർച്ച പതുക്കെയാണ്. അതേപോലെ തന്നെ ജെർമിനേഷൻ ഓഫ് സീഡ്, വിത്ത് മുളയ്ക്കൽ. വിത്ത് മുളയ്ക്കാൻ എന്ത് ചെയ്യും? വിത്ത് മുളയ്ക്കാൻ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുക? നിങ്ങൾ 2 കള്ളി വരയ്ക്കുക. സ്ലോ ചേഞ്ചസ്, അതായത് വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങളും സാവധാനത്തിൽ നടക്കുന്ന, വേഗത്തിൽ നടക്കുന്നവയും അതേപോലെ തന്നെ സാവധാനത്തിൽ നടക്കുന്നവയും എന്ന് പറഞ്ഞിട്ട് 2 കള്ളി വരയ്ക്കുക. എന്നിട്ട് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യും? സാവധാനത്തിൽ നടക്കണതിൽ എന്തൊക്കെ എഴുതാം? ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്, ഒരു മരം വളരണത്. പിന്നെ ജെർമിനേഷൻ ഓഫ് എ സീഡ്, അതൊക്കെ നമ്മൾ ഇതിൽ നടക്കുന്നതാണ്. സ്ലോ ആയിട്ട് നടക്കുന്നതാണ്. എന്നാൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന എന്താണ്? ഒരു തീപ്പെട്ടി കത്തിക്കാൻ പറഞ്ഞു, ഇപ്പം തന്നെ കത്തിച്ചാൽ അപ്പം തന്നെ കത്തും. ലൈറ്റ്നിങ് എ മാച്ച് സ്റ്റിക്ക്. അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കൽ, ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്. എന്ത് ചെയ്യും? എന്താണല്ലോ പൂത്തിരി ഒറ്റയടിക്ക് കത്തിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ കത്തുക. അല്ലാതെ അത് 1 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് കത്തുക, അല്ലല്ല. ഞാൻ എന്ത് ചെയ്യും? കുറച്ച് എണ്ണ ഇവിടെ തന്നിട്ടുള്ളൂ. ഇപ്പോൾ 2 ഉദാഹരണം ഞാൻ തന്നു. എന്തൊക്കെയാണ്? ജെർമിനേഷൻ ഓഫ് സീഡും ഗ്രോത്ത് ഓഫ് എ പ്ലാന്റും എന്താണ്? പതുക്കെ നടക്കുന്നതാണ്. ഇനി പതുക്കെ നടക്കുന്നതിന് കൂടുതൽ എന്ത് ചെയ്യും? നിങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് ഗ്രുപ്പിൽ അയച്ചു തരണം, ഹോംവർക്കാണ്. പിന്നെ സ്പീഡ് നടക്കുന്നത് എന്താണ്? ലൈറ്റ്നിങ് ഓഫ് മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടി കത്തിക്കൽ. ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കൽ. ഇതൊക്കെ സ്പീഡ്. അപ്പോൾ ഗ്യാസ് അടുപ്പ് കത്തിക്കൽ സ്പീഡ് നടക്കുന്നതാണ്. അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക? സ്പീഡ് നടക്കുന്നതാണ്. ഇതിന് 2 ഉദാഹരണം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നിലും ഇത് എഴുതിയിട്ട് 2 കോളാക്കിയിട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട്. സ്ലോ ചേഞ്ചസ്, ഫാസ്റ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 കോളാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. എന്നിട്ട് അതിൽ എക്സ്ട്രാ ഉദാഹരണം കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എനിക്കിത് കാണിച്ചു തരണം. ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചല്ലേ. ഇപ്പം മെൽറ്റിംഗ് ഓഫ് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞത് മെഴുക് ഉരുക്കുന്നു. അപ്പം മെഴുകിനെ നമുക്ക് തിരിച്ച് തന്നെ കിട്ടുന്നുണ്ട്. മെഴുകിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ചേഞ്ചസിനെയാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. അതായത് എന്തെന്ന് പറഞ്ഞത്? ഭൗതിക മാറ്റം എന്ന് പറഞ്ഞത്. എന്ത് മാറ്റം എന്ന് പറഞ്ഞത്? ഭൗതിക മാറ്റം. മെഴുക് ഉരുകുന്നത്. പിന്നെന്തുണ്ട്? നമ്മുടെ പേപ്പർ കത്തിക്കുന്നത് അല്ലേ? ബേണിംഗ് ഓഫ് പേപ്പർ എന്താ ചെയ്യുക? പേപ്പർ കത്തിക്കുന്നത് എന്താ? നമുക്ക് പിന്നെ പേപ്പറിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? പേപ്പർ കത്തിക്കുന്നത് എന്താണ്? രാസമാറ്റമാണ്. എന്ത്? രാസമാറ്റം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻ ഫിസിക്കൽ ചേഞ്ച്, അതായത് ഭൗതിക മാറ്റത്തിലില്ലേ, പുതിയത് എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ? പുതിയ പദാർത്ഥങ്ങൾ ഫോം ചെയ്യുന്നുണ്ടോ? പുതിയ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യില്ല? പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നില്ല. പുതിയ പദാർത്ഥങ്ങളുടെ മെഴുക് ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും പുതിയ സാധനം കിട്ടുന്നുണ്ടോ? ഇല്ല, മെഴുക് തന്നെ കിട്ടുന്നത്. പക്ഷേ ഇതിന് കെമിക്കൽ ചേഞ്ച് എന്തിൽ? ഈ രാസമാറ്റത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? ന്യൂ സബ്സ്റ്റൻസ്, പുതിയ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എന്താണ് കത്തിച്ചത്? പേപ്പർ കത്തിച്ചപ്പോൾ നമുക്ക് പേപ്പർ അല്ല കിട്ടിയത്. നമുക്ക് എന്താ കിട്ടിയത്? കരിയാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യുക? പുതിയ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഈ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതുക. ഓൺലി മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ചേഞ്ച്. അതായത് ഓരോ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റവും മോളിക്യൂൾസൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ ആറ്റങ്ങൾസിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അറേഞ്ച്മെൻറ്റിൽ ഒരു വ്യത്യാസമുള്ളൂ ഫിസിക്കൽ ചേഞ്ചിൽ. ഇൻ കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ എന്ത് ചെയ്യും, പുതിയ മോളിക്യൂൾസ് എന്ത് ചെയ്യുകയാണ്, ഫോം ചെയ്യുകയാണ്. എന്നാൽ എന്ത് ചെയ്യുകയാണ്, ഫിസിക്കലിൽ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പുതിയതൊന്നും ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ തുറന്നു വെച്ചിട്ടില്ലേ, ഞാൻ ആ മഞ്ഞ കോളം വായിക്കട്ടെ. ഭൗതിക മാറ്റവും രാസമാറ്റവും എന്നതിൻ്റെ അടിയിൽ എഴുതിയ മഞ്ഞ കോളല്ലേ, അപ്പോൾ അത് പഠിക്കണം. ഭൗതിക മാറ്റത്തിൽ എന്ത് ചെയ്യുന്നില്ല, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഇല്ലല്ല, മെഴുകുരുകുമ്പോൾ അതിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ്. അതായത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും എന്തിലുണ്ടാവുക, ഖരവസ്തുക്കളിൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുക. പിന്നെ അത് ദ്രാവകമാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് വിട്ട് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ഇതാണ് പറഞ്ഞത്, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലായിരിക്കും മാറ്റം വരുന്നത്. എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും എന്തായി മാറുന്നു, മറ്റൊരു പദാർത്ഥമായി മാറുന്നു. പേപ്പർ പോയിട്ട് കരിയായി മാറുന്നത് പോലെ. അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാവുന്നു. പേപ്പറിലെ തന്മാത്രകളായിരിക്കില്ല എന്തുണ്ടാവുക, കരിയിലേതുണ്ടാവുക. അത് വേറൊരു തന്മാത്രയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. അപ്പം എന്ത് ചെയ്യുക, എന്ത് പഠിക്കുമ്പോഴും കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക, രാസമാറ്റവും, രാസം എന്ന് പറഞ്ഞാൽ കെമിക്കൽ, രാസമാറ്റവും അതേപോലെ തന്നെ ഭൗതിക മാറ്റവുമായിട്ട് എന്ത് ചെയ്യുക, തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞത്. പാല് തൈരാവുന്നു. കേഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാൽ തൈരാകുന്നു. മിൽക്കിൽ നിന്ന് കേടുണ്ടാവണം, കേടില്ലേ, കേട് എന്ന് പറഞ്ഞാൽ എന്താണ്, തൈര്. അതുണ്ടാവുന്നത് എന്താണ്, ഒരു കെമിക്കലാണ്. എന്ത് ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ചാണ്. അതായത് രാസമാറ്റമാണ്. രാസമാറ്റം നമുക്ക് പാലിൻ്റെ പാലിൽ നിന്ന് പുതിയ ഒരു പദാർത്ഥം ഉണ്ടായി. എന്തുണ്ടായി, തൈര് കിട്ടി. നമുക്ക് പുതിയതല്ലേ സാധനം കിട്ടിയത്, നമുക്ക് അതേ സാധനം തന്നെ അല്ല കിട്ടിയത്. എന്നാൽ മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുക് എന്ത് ചെയ്യുക, മെഴുക് ഉരുകുന്നു. അതെന്തായിരിക്കും, ഭൗതിക മാറ്റമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് പുതിയ സാധനമൊന്നും കിട്ടിയിട്ടില്ല, അതേ മെഴുക് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് അതെന്താണ്, ഭൗതിക മാറ്റം. ഇനി ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മെഴുകുതിരി കത്തുന്നത്. മെഴുക് നമ്മുടെ വാക്സില്ലേ, മെഴുക്, ആ മെഴുക് ഉരുകുന്നത് നമുക്കറിയാം മെൽറ്റിങ് എന്തായാണ്, നമ്മുടെ എന്താണ്, ഫിസിക്കലാണ്, ഭൗതിക മാറ്റമാണ്. പക്ഷെ കത്തുക എന്ന് പറഞ്ഞ സംഭവമില്ലേ, കത്തുന്നത് എന്ന് വെച്ചാൽ കത്തിയിട്ട് നമുക്ക് കിട്ടൽ, കത്തിക്കഴിഞ്ഞാൽ പുകയും ചാരവും ഇത് കത്തിക്കഴിഞ്ഞാൽ പുകയൊക്കെയല്ലേ വരുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു പദാർത്ഥമാണ് ഉണ്ടാവുന്നത്, കത്തുന്നത്. അതുകൊണ്ടാണ് മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഴുകുതിരിയൊന്നും തിരിച്ച് കിട്ടണില്ലല്ലോ. നിങ്ങൾ നേരത്തെ ആ മെഴുക് കത്തുന്നു പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം എന്താ ചെയ്യുക, അവിടെ ബേണിങ് നടന്നിട്ട് അത് പുതിയ പദാർത്ഥമായിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ബേണിംഗ് ഓഫ് കാൻഡിൽ ഉരുകുന്നതില്ലേ, ഭൗതിക മാറ്റവും. കത്തുന്നത് എന്താണ്, കത്തുന്നത് എന്താണ്, കത്തുന്നത് രാസമാറ്റവുമാണ്. രാസമാറ്റവുമാണ്. ഇനി ജലം ഐസാവുന്നു. വെള്ളം എന്ത് ചെയ്യുന്നു, ഐസാവുന്നു. അതെന്താണ്, ഫിസിക്കലാണ്. അത് ടേസ്റ്റിൽ വല്ല വ്യത്യാസമുണ്ടോ, രൂപത്തിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന സാധനം കട്ടായി, നമുക്ക് പുതിയ ചോക്ലേറ്റിന് ടേസ്റ്റ് വല്ലതും കിട്ടുമോ, ഇല്ല. വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അതെന്താണ്, ഫിസിക്കലാണ്, ഭൗതിക മാറ്റമാണ്. ഇനി അതേപോലെ തന്നെ ഐസ് ഉരുകിയാൽ നമുക്ക് വെള്ളമാണ് കിട്ടുക, അല്ലാതെ ഫ്രൂട്ടി ഒന്നും കിട്ടൂലല്ല. ഫ്രൂട്ടി അതായത് മാങ്ങേൻ്റെ ഇതാണ് വെച്ചിട്ടുള്ളെങ്കിൽ നമുക്ക് അത് തന്നെ കിട്ടുള്ളൂ. എന്താണോ വെക്കുന്നത് അതായിരിക്കും കിട്ടുക. അപ്പോൾ ഐസ് ഉരുകുന്നത് എന്താണ്, ഫിസിക്കലാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. ഉപ്പ് ഡിസോൾവ് ചെയ്യുക. എന്തിൽ, ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. അതെന്താണ്, അതൊരു ഫിസിക്കലാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. ഉപ്പിനെ നമുക്ക് പിന്നെ വേർതിരിക്കാൻ കഴിയും, ചൂടാക്കിയൊക്കെ നോക്കിയാൽ. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ എന്താണ്, ഒരു ഫിസിക്കലാണ്. പിന്നെ നമ്മുടെ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു. അതെന്താണ്, കെമിക്കലാണ്.
ഇരുമ്പ് തുരുമ്പ് പിടിക്കൽ, അവിടെ പുതിയ സാധനങ്ങൾ തുരുമ്പ് രൂപപ്പെടുകയാണ്. അപ്പോൾ അതെന്താണ്? കെമിക്കലാണ്. പിന്നെ വിറക് കത്തുന്നു, ബേണിംഗ് ഓഫ് എ ഫയർവുഡ്. വിറക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ വിറക് നമുക്ക് കിട്ടൂല. അപ്പോൾ എന്താണ്? അത് കെമിക്കലാണ്. കെമിക്കൽ, ബേണിംഗ് ഓഫ് ഫയർവുഡ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കും. എന്നിട്ട് ഇത് ഒന്നില്ലെങ്കിൽ ഇതേപോലെ തരം തിരിച്ച് എഴുതാൻ പറയൂ, അല്ലെങ്കിൽ എന്താ ചെയ്യുക, എക്സാമ്പിൾ എഴുതാൻ പറയൂ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളോട് ചോദിക്കേണ്ടത് ഐസ് ഇല്ലേ, ഐസ്. ഈ ഐസ് ഇത് വരുന്നില്ല. ഐസ് നമ്മൾ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുന്നു? ഐസ് ചൂടാക്കി ഐസ് ഉരുകും. എന്നിട്ട് അതിന് എന്ത് കിട്ടും? വെള്ളം കിട്ടും അല്ലേ? ഐസ് ചൂടാക്കിയാൽ എന്ത് കിട്ടും? വെള്ളം കിട്ടും. ഐസ് എടുത്തിട്ട് ചൂടാക്കുക. ഐസ് എടുത്ത് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. അതായത് അവിടെ ഖരാവസ്ഥയിൽ ഇരുന്ന ഐസ് എന്തായി മാറി? ദ്രാവകാവസ്ഥയിലുള്ള വെള്ളമായിട്ട് മാറി. ഇനിയും നമ്മൾ ഹീറ്റ് ചെയ്തു, വീണ്ടും നമ്മൾ വെള്ളം ചൂടാക്കി, നല്ല ചൂട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് നീരാവി കിട്ടും ഇല്ലേ? വെള്ളം കൂടുതൽ ചൂടായാൽ നമുക്ക് എന്ത് കിട്ടും? നീരാവി കിട്ടും. അതായത് വാതകാവസ്ഥയിലായി നീരാവി കിട്ടി. സ്റ്റീമായി, വാട്ടർ തിളയ്ക്കും, ബോയിൽ ചെയ്യും, ബോയിൽസ് ടു സ്റ്റീം. അവിടെ ലിക്വിഡ് എന്തായി മാറും? ഗ്യാസ് ആയിട്ട് മാറും. ദിസ് ആർ ഫിസിക്കൽ ചേഞ്ചസ് ആർ കോൾഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പം ഇതൊക്കെ ഓരോ മാറ്റമാണ്, ഓരോ ചേഞ്ചാണ്. സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിൻ്റെ ചേഞ്ച്, അവസ്ഥകളുടെ മാറ്റം. ഖരന്ന് ദ്രാവകം ഉണ്ടായി, ദ്രാവകത്തിൽ നിന്ന് എന്തുണ്ടായി? വാതകമുണ്ടായി. സോളിഡ് ലിക്വിഡായി, പിന്നെ ലിക്വിഡ് എന്തായി? ഗ്യാസായി. ഇത് മാറ്റമാണ് നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ്. ദിസ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. ഇതൊക്കെ ഫിസിക്കലായിട്ട് നടക്കണമല്ല, പുതിയ പദാർത്ഥമൊന്നുമില്ല. വെള്ളം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കളിക്കുക എന്നുള്ളൂ. ഇത് വെറും ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിലൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് അവസ്ഥയിലൊരു മാറ്റം. വെള്ളം സോളിഡായിരുന്നപ്പോൾ, ഖരായിരുന്നപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരുന്ന്, പിന്നെ ഇങ്ങനെ ഒഴുകണ വെള്ളമായിട്ട് മാറി, പിന്നെ അങ്ങനെ നീരാവി, ഇങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് ഉണ്ടാവുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ദിസ് ഓൾ ഫിസിക്കൽ ചേഞ്ചസ് ആർ കോൾഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇനി അപ്പോൾ നമുക്ക് സോളിഡിൻ്റെ, ലിക്വിഡിൻ്റെ, ഗ്യാസിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണ്ടേ? നമ്മൾ സോളിഡിൻ്റെ കേസിൽ അവിടെ ഒരു പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കണികകളിൽ സോളിഡ് ഇപ്പം നമ്മളിങ്ങനൊരു സാധനം എടുക്കാൻ വിചാരിക്കുക. ഇതാ ഇങ്ങനൊരു പെട്ടി എടുത്ത് ഇതിലൊക്കെ അടുപ്പിച്ചായിരിക്കും എന്തുണ്ടാവുക? അവിടെ പാർട്ടിക്കിൾസ്, കണികകൾ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്ത്? സോളിഡിൻ്റെ കേസിൽ അടുപ്പിച്ച്. അതുകൊണ്ടാണ് അത് നല്ല റിജിഡായിട്ട് ഇങ്ങനെ തടി പോലെ ഇരിക്കുന്നുണ്ടില്ല. അതുകൊണ്ടാണ്. എന്നാൽ വെള്ളം എടുത്ത് നോക്കിയാൽ കാണാം നമുക്കിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ്, കുറച്ച് ഇങ്ങനെ അവിടെ എന്നാലും കുറച്ച് അവിടെ. എന്നാൽ എയർ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് അവിടെ ആയിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെരി ലെസ് ആയിരിക്കും. എന്തിൻ്റെ കേസിൽ? സോളിഡിൻ്റെ കേസിൽ. ദ്രാവകമല്ലേ, ലിക്വിഡിൻ്റെ കേസിൽ എന്തായിരിക്കും? മോർ ദാൻ സോളിഡ്. ഗ്യാസിൻ്റെ കേസിൽ എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും ഇത്. വെരി ലാർജ് ആയിരിക്കും. ലെസ് ദാൻ ഗ്യാസ് ആയിരിക്കും, ഗ്യാസിനെക്കാട്ടിയും കുറവായിരിക്കുമല്ലേ ലിക്വിഡിൻ്റെ കേസിൽ. അതേപോലെ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്, ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെ? അടുപ്പിച്ചാണ്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ആകർഷണമുണ്ട്, കണികകൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്, പരസ്പരം അടുത്തടുത്ത് നിൽക്കണമുണ്ട്. അപ്പോൾ അത് സ്ട്രോങ് ആയിരിക്കും എന്തിൻ്റെ കേസിൽ? സോളിഡിൻ്റെ കേസിൽ. പിന്നെ ഇതിലാവുമ്പോൾ അവർ കുറച്ച് അകന്നിട്ടാണ്, ഫ്രണ്ട്സ് കുറച്ച് അകന്നിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് ലെസ് ദാൻ ആയിരിക്കും, കുറവായിരിക്കും. ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇതെന്തായിരിക്കും? വെരി വീക്കായിരിക്കും. ഓരോരുത്തരും അവിടെയാണ് പോയി കുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത്? അത് വളരെ വീക്കായിരിക്കും. പിന്നെ സ്പീഡ് ഓഫ് പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ്, ഇവിടെ എല്ലാവരും കൂടി അടുപ്പിച്ച് തിക്കി കുത്തി നിൽക്കണ ഇവർക്ക് മൂവ്മെൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ഇത് എഴുതാണ്ടാവും. അപ്പോൾ വെരി ലോ ആണ് ഇത്. പിന്നെ എന്ത് ചെയ്യും? കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്താണ്? സോളിഡിനേക്കാൾ മോർ ദാൻ സോളിഡാണ്, ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. പിന്നെ ഇതിലാണെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക, കുറേ സ്പേസ് ഉണ്ട്, വെരി ഹൈ.
വളരെ കൂടുതലായിരിക്കും ഇത്, വളരെ കൂടുതൽ. ഇനി എനർജി ഓഫ് പാർട്ടിക്കിൾസിലെ കണികളുടെ ഊർജം എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കേസിൽ എന്ത് ചെയ്യും? കുറവായിരിക്കും ഊർജം. കാരണം എല്ലാവരും അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഊർജ്ജമില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനും പറ്റണില്ല. തിക്കി കുത്തി ഊർജ്ജമൊക്കെ കുറവാണ്. അപ്പോൾ എനർജി എന്തായിരിക്കും? ലോ ആയിരിക്കും, കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. പിന്നെ ഹയർ ദാൻ സോളിഡ്, ഇവർക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടി എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ കുറച്ചെങ്കിലും സഞ്ചരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇവർക്കാണെങ്കിൽ വെരി ഹൈ ആണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഹൈ ആയിരിക്കും. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഖരമില്ലേ, ഖരാവസ്ഥയിലുള്ള കട്ടിയുള്ള സാധനം, ഈ ഖരം എന്ത് ചെയ്യാണ്? താപം ആഗിരണം ചെയ്യാണ്. താപം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഐസ് എടുക്കുക ഖരമായിട്ട്. ആ ഐസ് എന്ത് ചെയ്യുക? ചൂടാക്കി കഴിഞ്ഞാൽ, താപം കിട്ടുക എന്ന് പറഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായി മാറും? ദ്രാവകമായിട്ട് മാറും, വെള്ളമാവൂലേ. പിന്നെ അത് വീണ്ടും താപം കൊടുത്താൽ എന്ത് ചെയ്യും? അത് എന്തായി മാറും? വാതകമായിട്ട് മാറും, നീരാവിയായിട്ട് മാറും, വാതകമായിട്ട് മാറും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ സോളിഡ്സ് ആർ ഹീറ്റഡ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. വെള്ളമാകുമ്പോൾ നമ്മൾ പറഞ്ഞു, വെള്ളത്തിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ്? വളരെ അകലെയാണ്. ഇവർക്കിലാണെങ്കിൽ അടുപ്പിച്ച് വരുന്നത്. അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് ഇതാവുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. അതായത് കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? കണികകൾ തമ്മിലുള്ള അകലം കൂടും. അതേപോലെ തന്നെ ഊർജം, കണികകളുടെ ഊർജം എന്ത് ചെയ്യും? കണികകളുടെ ഊർജവും അതേപോലെ തന്നെ ഇൻക്രീസസ്, കൂടും. പിന്നെ സോളിഡ് അബ്സോർബ് ഹീറ്റ്. സോളിഡ് എന്ത് ചെയ്യും? ഖരവസ്തുക്കൾ താപം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ദ്രാവകമായിട്ട് മാറും, വെള്ളമായി മാറും. പിന്നെ അത് വീണ്ടും കണ്ടിന്യൂഡ് ഹീറ്റ്, വീണ്ടും അതില്ലേ താപം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ഗ്യാസ് ആയിട്ടാണ് മാറുക. അപ്പം നമ്മൾ നേരെ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. തണുപ്പിച്ചാൽ നീരാവി കുറച്ച് നേരം കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ നമ്മളെ പാത്രത്തുമ്മലൊക്കെ കാണാൻ വെള്ളം വരുന്നത്, അത് നീരാവി തണുത്താൽ അതെന്ത് ചെയ്യും? അത് വെള്ളമായിട്ട് മാറും. പിന്നെ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചാൽ എന്തായി മാറും? അത് ഐസായിട്ട് മാറും. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് നടക്കും. എന്ത്? തണുപ്പിച്ചാൽ അപ്പം എന്ത് ചെയ്യും? സോളിഡ് എന്ത് ചെയ്യും? ലിക്വിഡായി മാറും. സോളിഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഐസ് എന്ത് ചെയ്യും? ഐസ് വെള്ളമായിട്ട് മാറും. എന്ത്? ചൂട് കൊടുത്താൽ. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ വെള്ളം എന്ത് ചെയ്യും? ഗ്യാസായി മാറും. വീണ്ടും ചൂട് കൊടുത്താൽ, വീണ്ടും വെള്ളത്തിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഗ്യാസായി മാറും. എന്നാൽ ഗ്യാസ് എന്ത് ചെയ്യും? ലിക്വിഡാവും. റിലീസസ് ഹീറ്റ്, അതായത് താപം പുറത്ത് വിട്ടാൽ, ഉള്ളിലുള്ള താപമൊക്കെ പുറത്ത് വിട്ടാൽ അതെന്ത് ചെയ്യും? ലിക്വിഡാവും. ലിക്വിഡ് പിന്നെ താപം പുറത്ത് വിട്ടാൽ എന്ത് ചെയ്യും? അത് ഐസായി മാറും. അതിനെയാണ് ഫ്രീസിങ്, കണ്ടൻസേഷൻ, ബോയിലിംഗ്, മെൽറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഇനി ഒരു സംഭവം നിങ്ങൾ പരിചയപ്പെടാണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ചിലപ്പം കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്താ അറിയോ? ഉത്പാദനം. അതൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഉത്പാദനം അതെന്താണെന്ന് എക്സാമിന് ചോദിക്കും. അതായത് നിങ്ങൾ കണ്ടിട്ടേ കർപ്പൂരം കത്തിക്കൽ, കർപ്പൂരം. അതേപോലെ തന്നെ പാറ്റഗുളികനെ പറഞ്ഞ പേരാണ് നാഫ്തലിൻ. പാറ്റഗുളിക ഇവയൊക്കെ ചൂടാക്കിയല്ലേ. സാധാരണ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമാവും. എന്നിട്ട് ആ വെള്ളം ചൂടാക്കിയാലാണ് നീരാവിയാവുള്ളൂ. ഇവർ നേരെ എന്ത് ചെയ്യും? കർപ്പൂരം ഉണ്ടാവില്ലേ, വെള്ള കളറിലുള്ള കർപ്പൂരം ചൂടാക്കിയാൽ അത് വേഗം ഗ്യാസായി മാറും, വാതകമായിട്ട് മാറും. ഇങ്ങനെ കത്തി വാതകമായിട്ട് അങ്ങനെ ഇല്ലാതാവും. അപ്പം അങ്ങനെ നേരിട്ടിട്ടില്ലേ, വെള്ളം ആവാതെ നേരിട്ട് എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? വാതകമാവണേനാണ് എന്തെന്ന് പറഞ്ഞത്? ഉത്പാദനം. നേരിട്ട് എന്ത് ചെയ്യാണ്? എന്താവുകയാണത്? വാതകം. അപ്പം സം സോളിഡ്സ് ലൈക്ക് ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർപ്പൂരം, നാഫ്തലിൻ ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ് വിത്തൗട്ട് ബിക്കമിങ് ലിക്വിഡ് ഒന്നും ആവണില്ല, ഇടയിൽ ഒറ്റയടിക്ക് അവരണ്ട് ആവും. അതിനെയാണ് എന്താണ്? സബ്ലിമേഷൻ.
അപ്പം ഇതെന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇതെന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പം എന്ത് ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇത് കാണുമ്പോൾ തന്നെ ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സാണ് നോട്ടിക്ക് എഴുതേണ്ടത്. ഞാനിവിടെ സ്ക്രീനിൽ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റും ഒപ്പം വെക്കണം. നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് നമ്മൾ പഠിക്കുമ്പോൾ നോട്ടിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പോൾ സംഭവം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റത്തെ ആ പെട്ടികളൊക്കെ എഴുതാനുള്ള കേട്ടോ. ഞാനിവിടെ പറയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ടിക്കെടുത്ത് എഴുതാനുള്ളതാണ്. അതൊക്കെ അതേപോലെ തന്നെ എന്ത് ചെയ്യണോ, എഴുതണോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലായോ ഇല്ല, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. രാസമാറ്റം, ഭൗതിക മാറ്റം, അതായത് ഫിസിക്കലും കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഒന്നിച്ച് എഴുതാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, 3 സബ്ജക്റ്റ് നന്നായി പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ബയോളജി നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കി തരുന്നുണ്ട്. ഓൺ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ വരും. അപ്പോൾ ഡേറ്റ് വന്നില്ലേ, ഡേറ്റ് വന്നതും എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. കാരണം ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പോൾ വെറുതെ ഉഴപ്പിക്കഴിഞ്ഞാൽ എക്സാമിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കരുത്. ഇതൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ പഠിക്കുക. ക്ലാസ് വൃത്തിക്ക് കണ്ട് മനസ്സിലാക്കിയാൽ പിന്നെ പഠിക്കാൻ സുഖമായിരിക്കും. എന്നാൽ ശരി, അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും വരാം.